എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് കുഞ്ഞി പിള്ളേർ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ച സംഭവമൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം നടന്ന് കുറച്ച് നാളൊന്നും ആയിട്ടില്ല, ഈ അടുത്ത സമയത്ത് തന്നെയാണ്. അവരെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുകയാണ്. അവരെന്തോ വലിയ സംഭവം ചെയ്തു കൂട്ടി എന്നുള്ള രീതിയിൽ അവർക്ക് വലിയ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ്. നമ്മുടെ ചാനലുകാരുടെ വേലയല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചുരണ്ടിയും പറണ്ടിയൊക്കെ കിട്ടണ്ടേ. മറ്റുള്ളവർ കൂടുതൽ എന്ത് വിഷയമാണോ ശ്രദ്ധിക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്നതാണല്ലോ ഇവരുടെ ഒരു രീതി. എന്തായാലും ഒരു ഉളുപ്പുമില്ലാതെ ആ കുഞ്ഞി പിള്ളേരെ ചെന്ന് ഇൻ്റർവ്യൂ ചെയ്തിരിക്കുകയാണ്. ഒരു ബൊക്കെ മാലയും കൂടി കൊടുക്കായിരുന്നു. എന്തായാലും അത് വളരെ മോശമായിപ്പോയി. താങ്കൾ ചെന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇതും കൂടിയൊക്കെ കൊടുക്കണ്ടായിരുന്നോ? ചെയ്തത് വലിയ ധീര പ്രവൃത്തിയാണല്ലോ. അച്ഛനെയും അമ്മയെ ഇട്ടിട്ട് ഒരു ഉളുപ്പുമില്ലാതെ 8ാം ക്ലാസ്സിൽ തുടങ്ങിയ പ്രണയമാണ് പോലും. 3 വർഷമായി പോലും പ്രണയിച്ചിട്ട് അച്ഛനും അമ്മയും ഇട്ടിട്ട് അവർ അത്രയും നാളും ഓമനിച്ച് വളർത്തിയിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് മെനിങ്ങാതെ കണ്ട ഒരു ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ഇവളെയും അതുപോലെ തന്നെ ഒരു ഉളുപ്പുമില്ലാതെ മുട്ടേന്ന് വിരിയുന്നതിന് മുമ്പ്, ശരിക്കും മീശ പോലും മുളച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്ന ഇവനെയും വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യാൻ തനിക്ക് ഉളുപ്പുണ്ടോടോ? ഞാൻ ഈ ചാനലുകാരനോടാണ് ചോദിക്കുന്നത് കേട്ടോ. ഒരിത്തിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഒരിത്തിരിയെങ്കിലും എന്ത് ധാർമ്മിക ബോധമാണോ തനിക്കൊക്കെ ഉള്ളത്? ഒരു ചാനലൊക്കെ നടത്തുമ്പോൾ, അതും ഒരു എന്താണ് ഓൺലൈൻ മലയാളി എന്ന് പറയുന്ന ചാനലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു ഇത്തിരിയെങ്കിലും ബോധം വേണ്ട. ഇവർ എന്ത് നല്ല പ്രവൃത്തിയാണോ ചെയ്തിട്ട് വന്ന് നിൽക്കുന്നത്? ഈ സമൂഹത്തിൽ ഒത്തിരി ആളുകളുണ്ട് കട്ടച്ചൂളയിലിരുന്ന് രാത്രിയിൽ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ, മണ്ണെണ്ണ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ച് നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികളുണ്ടോ സമൂഹത്തിൽ? നിങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചല്ലേ, അവരെയൊക്കെ വിളിക്കുക. അതുപോലെ തന്നെ സമൂഹത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അവരെ പോയി ഇൻ്റർവ്യൂ ചെയ്യ്. അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാണ്ട് റോഡിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന, തലയ്ക്ക് സുഖമില്ലാത്ത, മാനസിക വെല്ലുവിളി നേരിടുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ല്, ക്യാമറയും പൊക്കി പിടിച്ചോണ്ട്. അവർക്ക് ഒരു കുപ്പി വെള്ളമോ ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റോ കൊടുത്തിട്ട് നിങ്ങൾ അവരെ ഒന്ന് തട്ടി ഒന്ന് സാന്ത്വനിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ അത് വീഡിയോ എടുത്ത് പബ്ലിസിറ്റി ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെ ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും റീച്ചും കമൻറ്റും ഒക്കെ കിട്ടുമോടോ? പക്ഷേ നിങ്ങൾ അതല്ലല്ലോ ആഗ്രഹിക്കുന്നത്. ചില ആളുകൾ അങ്ങനെയാണ്. എന്താണ് അവർക്ക് എങ്ങനെയെങ്കിലും വൈറലാവുന്ന സംഭവങ്ങൾ, അതായിരിക്കണം അവർക്ക് കൊണ്ടുപോവേണ്ടത്. കാരണം നെഗറ്റീവ് എവിടെയുണ്ടെന്നാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യർ തിരക്കി നടക്കുന്നത്. സാധാരണ എല്ലാവരും പോസിറ്റീവാണ് തിരക്കി നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ എല്ലാവരും നെഗറ്റീവ് തിരക്കിയാണ് നടക്കുന്നത്. അതല്ലേ പറയുന്നത്. ഈ ചെറുക്കൻ എന്തിൻ്റെ കഴപ്പായിരുന്നു എന്നറിയില്ല. പെണ്ണിനാണെങ്കിൽ അതിനപ്പുറം തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിരിക്കുക. ഇതിങ്ങൾ രണ്ടെണ്ണത്തിനെയും എടുത്തിട്ട്, ശരിക്കും പറയുകയാണെങ്കിൽ 18 വയസ്സാവാത്ത പെണ്ണിനെ വിവാഹം കഴിപ്പിക്കുന്നത് ഇപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഇടപെട്ട് 21 വയസ്സ് വിവാഹപ്രായമാക്കി മാറ്റിയെങ്കിലും ഇപ്പോഴും പലയിടത്തും 18 വയസ്സിലും വിവാഹം നടക്കുന്നുണ്ട്. പക്ഷേ ഇത് 18 വയസ്സ് പോലും പ്രായമാവാത്ത പെണ്ണിനെ ഒരു മുട്ടയിലിരിക്കാത്ത ഒരു ചെറുക്കനും വിളിച്ചുകൊണ്ട് വന്ന് വിവാഹം കഴിച്ചിരിക്കുകയാണ്. ആ അച്ഛനമ്മമാരുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് ഇവൾക്കും ഇവനുമൊക്കെ ഊഹിക്കാവുന്നതിലപ്പുറമല്ലേ. നേരം വെളുത്ത് അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് തന്തമാർ ജോലിക്ക് ഇറങ്ങിപ്പോവും. തള്ളമാർ നേരം വെളുക്കുന്നതിന് മുമ്പേ ഉറക്കം ഉളച്ചിരുന്ന് പൊതി കെട്ടിക്കൊടുക്കും. എന്നിട്ട് പോകുന്ന സമയത്ത് മക്കൾ ഭക്ഷണം പോലും വയറ്റിൽ ചൊവ്വയെ കഴിച്ചിട്ടില്ലെങ്കിൽ വാരിക്കോരി വായിൽ അണ്ണാക്കിൽ കുത്തി തിരുക്കി കൊടുക്കും ഇവളുമാരൊക്കെ. എന്നിട്ട് അതുപോലും തിന്നാത്ത പാതി ഇറങ്ങി ഓടുന്നത് കാണുമ്പോൾ ദീർഘനിശ്വാസത്തോടു കൂടി നെടുവീർപ്പോടുകൂടി പോകുന്ന മക്കളെ നോക്കി നിൽക്കും. ഒരു നെഞ്ചിനകത്ത് ഒരു വെപ്രാളമായിരിക്കും. ഈശ്വര, ഒരു പോറലോലും ഏൽക്കാതെ ഇങ്ങ് തിരികെ വരണേ ഈ പോയതുപോലെ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഏതൊരമ്മയും അകത്തേക്ക് കയറി പോകുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ഇവളുമാർ ചെയ്യുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എന്ത് പോക്കൃത്തരവും കാണിക്കും. നമ്മൾ കാണാറുണ്ട് വെയിറ്റിംഗ് ഷെഡിലൊക്കെ കണ്ടവൻ്റെ ചുമരും ചാരി അവൻ്റെയൊക്കെ അവിടെ ഇവിടെ പിടിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ ഇരിക്കുന്നത്. അവന്മാരും ഒട്ടും മോശമില്ല. അവൻ്റെയൊക്കെ പ്രായമോ ഒന്നും ഒരു വിഷയമില്ല, മറ്റുള്ളവർ കാണുമോ എന്നൊന്നും നോക്കണ്ട. അവന്മാരുടെ കൈയെന്ന് പറഞ്ഞാൽ ചെസ്റ്റിലായിരിക്കും പെൺകുട്ടിയുടെ.
ഇത് ഒരുപാട് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കൂടി നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല, ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് ഇങ്ങനെ വരുന്ന വീഡിയോകൾ, യൂട്യൂബിലും ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇവൾക്ക് എന്താ പ്രേമം തോന്നാനായിട്ട്? ഇവള് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ചിലർ വിചാരിക്കും അവള് എന്നൊക്കെ വിളിക്കുന്നതെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ചെറിയ കുട്ടികളെ മോളെ മോനെ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. ഞാൻ അങ്ങനെ തന്നെയാണ്, അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. പക്ഷേ ഈ ഒരു പെണ്ണിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ വിളിക്കാനേ തോന്നുന്നില്ല. എൻ്റെ മകളെക്കാളും ഒരുപാട് പ്രായം കുറഞ്ഞ കുട്ടിയാണ്, പക്ഷേ എനിക്കങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല. കാരണം അമ്മാതിരി തെണ്ടിത്തരമാണ് ഈ പെണ്ണിപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. വിവാഹ സ്വപ്നത്തെക്കുറിച്ചിട്ടൊക്കെ അവൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇവർക്ക് നാണാവുന്നുണ്ടോ? അതിനേക്കാളേറെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ വീഡിയോ ചെയ്ത അവനോടാണ്. അവന് തന്നെ പറയണം, അയാളെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അവൻ ചോദിക്കുന്നു ഈ പെണ്ണിനോട് വിവാഹ സ്വപ്നങ്ങളെക്കുറിച്ച്, ഭർത്താവാൻ പോകുന്ന ആളിനെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങളെക്കുറിച്ച്. തനിക്ക് ഇത്തിരിയെങ്കിലും വകതിരിവുണ്ടോടോ മനുഷ്യ? മുട്ടേന്ന് വിരിയാത്ത പെണ്ണ് അവൾക്ക് കുത്തിക്കഴപ്പെടുത്ത് അവൾ ഓടി എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന് എന്ത് വിവാഹ സ്വപ്നമാണോ ഉണ്ടാവുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ തനിക്ക് പിരിവെട്ടിയിരിക്കുകയാണോ അണ്ണാക്കിൽ? തനിക്ക് നാണാവുന്നില്ല ഇങ്ങനെയൊക്കെ ഈ പിള്ളേരെ വിളിച്ചിട്ട് ചോദിക്കാനായിട്ട്? തൻ്റെ ചാനലിന് റീച്ച് കൂട്ടാനെന്നും പറഞ്ഞ് ഇമാതിരി താറ ചോദ്യങ്ങളാണോ ചോദിക്കേണ്ടത്? അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂ ചെയ്ത പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുകയാണ്, എന്താണ് ഒരു വവ്വാലി ചപ്പിയ മാമ്പഴമെന്നോ? അങ്ങനെ ഒരു പ്രയോഗം ഈ പെണ്ണിനെയും ചെറുക്കനെയും കൂടെ വെച്ചിട്ട് ബോഡി ഷേമിങ് ചെയ്തിരിക്കുകയാണ്. എന്തുവാടോ ഇത്? എന്ത് താറ പരിപാടിയാണോ തൻ്റെ ചോദ്യങ്ങൾ തന്നെ? അല്ലെങ്കിൽ തന്നെ ഇവനെയും പിടിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്താ വല്ല ഗോൾഡ് മെഡൽ നേടി ഇന്ത്യക്ക് വേണ്ടിയിട്ട് വല്ലതും മത്സരിച്ച് മെഡലും കൊണ്ട് വന്നിരിക്കുകയാണോ? ഇവരിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാനും ഇവർക്ക് ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നാണമില്ലേ? ഹേ, നിങ്ങളുടെ ചാനലിന് ഒട്ടും റീച്ച് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിലോ ചാനൽ കൊണ്ടിട്ട് പൊട്ടക്കണ്ടി കൊണ്ടിട്ട് കുഴിച്ച് മൂട്. അല്ലാണ്ട് ഇമ്മാതിരി തറ പരിപാടിയും കൊണ്ട് നടക്കാനായിട്ട്. താനൊക്കെ നേരെ ഈ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും അടുത്ത് പോയ നേരത്തിന് തനിക്കൊക്കെ ഇവരുടെ വീട്ടുകാരുടെ അടുത്തേക്ക് ചെന്നുവിടായിരുന്നോ? നീ ചാനലിൽ പോയിട്ട് അതൊന്നും എടുത്തിട്ട് വിളമ്പി ലോകക്കാരെ അറിയിക്കണ്ട. പക്ഷേ ആ ഒരു വീട്ടുകാരെ പോയി കണ്ടിട്ട് അവരെ സമാധാനിപ്പിക്കാനായിട്ട് 2 വാക്ക് സംസാരിച്ചുകൂടായിരുന്നോ? അത് കേൾക്കാൻ കൊള്ളാം, പക്ഷെ അതൊരു കാര്യമുണ്ട്. അതൊക്കെ എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കാനായിട്ടൊക്കെ ആണെങ്കിൽ താനൊക്കെ ശ്രമിക്കത്തുള്ളൂ. ശരിക്കും ആ ഒരു വീട്ടുകാരുടെ, താനൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂവും കോപ്പൊക്കെ കൊടുത്തല്ലോ, ആ ഒരു വീട്ടുകാരിത് കാണുമ്പോൾ അവരുടെ മനപ്രയാസം എത്രത്തോളം ആയിരിക്കുമെന്ന് താനൊന്ന് ആലോചിച്ച് നോക്കടോ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക്. തൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ട് അത് കാണുന്ന ആ ഒരു മാതാപിതാക്കൾക്ക് എന്തോരം വേദന തോന്നും, അവരെത്രമാത്രം വിഷമിക്കും. കഷ്ടം തന്നെടോ, കഷ്ടം. ആളുകൾക്ക് പണത്തിന് വേണ്ടിയിട്ട് എന്ത് കോപ്രായവും കാണിക്കുന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് താനും തൻ്റെ ചാനലും. പറയാണ്ട് വയ്യ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസ്ഥ, വീട്ടുകാരുടെ അവസ്ഥയൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ തനിക്ക് കുട്ടികളോ കുടുംബമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തനിക്ക് മനസ്സിലാവും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണോ ആണോ ഇറങ്ങിപ്പോകുമ്പോഴുണ്ടാവുന്ന വേദന. ഈ പെണ്ണിനും ചെറുക്കനൊന്നും ഒന്നും മനസ്സിലാവില്ല. അവരിപ്പോൾ ത്രിശങ്ക സ്വർഗത്തിൽ അകപ്പെട്ട പോലുള്ള ഭയങ്കര ഹാപ്പിയാണ്. പെണ്ണിന് ഒരു ഉളുപ്പുമില്ല, അങ്ങ് മുട്ടി നിന്നോ. പെണ്ണ് പറയുന്നൊരു ഡയലോഗുണ്ട്, പലരും ചോദിക്കുന്നത് എനിക്കങ്ങ് മുട്ടി നിന്നോ എന്നാണെന്ന്. നാണമുണ്ടോ വൃത്തികെട്ട ശവമേ? അങ്ങനെ തന്നെ ഞാൻ വിളിക്കും. ചെറിയ കുട്ടിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. നിനക്ക് നാണമുണ്ടോ ഇങ്ങനെ ഡയലോഗ് അടിക്കാനായിട്ട്? നിൻ്റെ വീട്ടുകാർ കേൾക്കുന്നുള്ള ഒരു ചിന്താഗതി ഇല്ലല്ലോടി നിനക്ക്. നാണം കെട്ടവളെ. വന്ന് ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് വന്നിരിക്കുക അവള്. ചിരിച്ച് മയക്കി. നിൻ്റെ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടാടി നിന്നെ വളർത്തിയത്. നിനക്ക് ശരിക്കും ബാല്യം മാറിയോ? അമ്മിഞ്ഞ പാലിൻ്റെ മണം ചുണ്ടിന്ന് മാറിയോ നിനക്ക്? നടക്കുന്നു ഉണ്ടാക്കാനായിട്ട് കുറേ എണ്ണം, പറയിക്കാനായിട്ട് കുറേ എണ്ണം ഉണ്ട്. നിൻ്റെയൊക്കെ തലയിൽ കൊണ്ടുപോയി നെല്ലിക്ക് തളം വെക്കണം, അതാ ചെയ്യേണ്ടത്. അല്ലാണ്ട് മറ്റൊന്നുമല്ല ചെയ്യേണ്ടത്. നാണമില്ലല്ലോ. മുട്ടേന്ന് വിരിയുന്നതിന് മുമ്പേ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി ഓടിയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് നിൽക്കുന്നു. കൊടുത്തവനും കൊള്ളാം, എടുത്തവനും കൊള്ളാം. ഇതിൻ്റെ വേദനയെക്കുറിച്ചിട്ട് നിനക്കറിയണമെന്നുണ്ടെങ്കിൽ നാളൊരു സമയം ഈ ഒരു അവസ്ഥ നിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായ അവസ്ഥയിലേക്ക് നീയൊക്കെ എത്തണം. അപ്പോൾ മനസ്സിലാവും നോറ്റുണ്ടാവുന്ന ഒരു കുഞ്ഞ് പിഴച്ചു പോകുമ്പോൾ ഉണ്ടാവുന്ന ആ മാതാപിതാക്കളുടെ വേദന എത്രത്തോളം ആണെന്നുള്ളത്.
അത് മാത്രമല്ല, ശരിക്കും നീ അമ്മയുടെ വേദനയും ഒരമ്മ എന്താണെന്ന് നീ മനസ്സിലാവും. അതെപ്പോഴാണെന്നറിയാമോ? പേറ്റ് നോവെടുത്ത് പുളയുന്ന ആ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയം എല്ലാവരും അമ്മേ അമ്മേന്നേ വിളിച്ച് കരയുള്ളൂ. അല്ലാതെ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് കരയുന്നത് വളരെ അപൂർവമാണ് കേട്ടോ മോളെ. എന്തായാലും ആ വേദന കടുക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ ആദ്യം വിളിക്കുന്നത് അമ്മയെന്നായിരിക്കും, അതിന് ശേഷമേ ചേട്ടാന്ന് വിളിക്കൂ ആരായാലും. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ടായി. ഇതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് ഇവർ തമ്മിലുള്ളത്. അതുമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതിനെ പറ്റിയിട്ട് ഇവൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കേൾക്കണം. ഇവളെയൊക്കെ രണ്ടെണ്ണം പൊട്ടിക്കാത്തതിലാണ് എനിക്ക് വിഷമം. ആ അച്ഛനും അമ്മയോടും കഷ്ടം തന്നെയാണ്. ഇൻ്റർവ്യൂ ചെയ്തവനുണ്ടല്ലോ. എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ആരും എന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചില അലവലാദികളുണ്ട്. കുറേ നാൾ തനുജയെ കുറിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു കമൻറ്റോളികൾ ഇവിടെ കിടന്ന് നിരങ്ങിയത്. ഇപ്പോൾ അത് രേണുസുധിയുടെ ഫാൻസുകാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അവളൊക്കെ എന്നെ അങ്ങ് എന്തൊക്കെയോ ചെയ്യുമെന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ്. വന്നോ? നിന്നെയൊക്കെ ഞാൻ ബ്ലോക്കാക്കി വിടും. പിന്നെ നീയൊക്കെ എങ്ങനെ വരുമെന്ന് അറിയണമല്ലോ. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടിട്ടൊരു വീഡിയോ അല്ല. എനിക്കിത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ആ ഒരു മാനസിക വിഷമം, ശരിക്കും ഞാൻ ആ പാരൻസിനെ കുറിച്ച് ഓർത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയേറെ അസ്വസ്ഥതയായത്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.